30 നൂറ്റാണ്ടുകാലം ആക്രമണശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നുവരാൻ ഉപയോഗിച്ച തുരങ്കങ്ങളുടെ ചുമതലയുള്ള സർ ഒലഫ് കാരോ ആണ് ആദ്യം സംസാരിച്ചത്. സങ്കോചത്തിൻ്റെ മുഖഭാവവും ക്ഷീണം കൊണ്ട് കനംതൂങ്ങിയ കണ്ണുകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തൻ്റെ സ്ഥാനത്ത് പുതുതായി പൊട്ടിപ്പുറപ്പെടുന്ന കുഴപ്പങ്ങളെക്കുറിച്ചുള്ള കമ്പി സന്ദേശങ്ങളുടെ പ്രവാഹം മൂലം രാത്രി മുഴുവൻ അദ്ദേഹം ഉറങ്ങിയിരുന്നില്ല. തൻ്റെ ഔദ്യോഗിക ജീവിതം മിക്കവാറും പൂർണ്ണമായി സാമ്രാജ്യത്തിൻ്റെ ആ അറ്റത്താണ് അദ്ദേഹം കഴിച്ചുകൂട്ടിയിരുന്നത്. അവിടുത്തെ അടക്കമില്ലാത്ത പത്താൻ ഗോത്രവർഗ്ഗക്കാരെയും അവരുടെ സംസ്കാരത്തെയും ഭാഷയെയും പറ്റിയുള്ള അറിവിൽ അദ്ദേഹത്തോട് കിടപിടിക്കാവുന്ന മറ്റൊരു പാശ്ചാത്യനും ജീവിച്ചിരിപ്പില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായി കമ്പോളത്തിൻ്റെ തലസ്ഥാനമായ പെഷവാർ ലോകത്തിലെ ഏറ്റവും വർണ്ണോജ്വലമായ കമ്പോളത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. അപ്പോഴും ആഴ്ചയിലൊരിക്കൽ കാബൂളിൽ നിന്ന് ഖൈബർ ചുരത്തിലൂടെ ഇറങ്ങിവരുന്ന ഒട്ടകയാത്രാസംഘം അതിലേക്ക് തോലുകളും പഴങ്ങളും കമ്പിളിയും പിഞ്ഞാണപ്പാത്രങ്ങളും വാച്ചുകളും പഞ്ചസാരയും എത്തിച്ചിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് കളവായി കടത്തിക്കൊണ്ടുവരുന്നതായിരുന്നു ഈ സാധനങ്ങളിൽ പലതും.